എന്താ ശ്രീദേവി നീ പറയുന്നത്? അതെ അച്ഛ, അവള് സ്വയം സഞ്ജുവിന്റെ ഭാര്യയായി ജീവിക്കുക. ഒന്ന് തലതട്ടി വേണമെന്ന് വെച്ച് ഇങ്ങനെയൊക്കെ സംഭവിക്കൂ? എനിക്കറിയില്ല അച്ഛ. അമ്മ അറിഞ്ഞുകൊണ്ട് സഞ്ജു അവളുടെ ഭർത്താവാണെന്ന് പറയില്ലേ? അവളെ എനിക്ക് നന്നായിട്ടറിയാം. അമ്മോ ശ്രീദേവിയെ മാത്രം തിരിച്ചറിയേ, മറ്റു കാര്യങ്ങൾ മറന്നുപോയെന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ വിശ്വസിക്കും? എന്നെ അവള് സഞ്ജുവിന്റെ അമ്മയായിട്ട് തന്നെ കാണുന്നത്. അമ്മ എവിടെ ശ്രീദേവി അമ്മേ? എന്നെയും കാവേരിയപ്പച്ചി കണ്ട അവൾക്കെല്ലാം ഓർമ്മ വരും. അവൾ ലച്ചു. വാ. അമ്മേ, ഇത് സഞ്ജുവേട്ടന്റെ മുത്തശ്ശനല്ലേ? അതെ. എന്നെ അനുഗ്രഹിക്കണം. അമ്മു എഴുന്നേൽക്ക് കൂട്ടി. മുത്തശ്ശൻ എന്നെ അനുഗ്രഹിക്കണം. അമ്മു എന്തൊക്കെ കാണിക്കുന്നു? എന്റെ പേര് ലക്ഷ്മി എന്നാ. മുത്തശ്ശൻ എന്നെ ലച്ചു എന്ന് വിളിച്ചാ മതി. നീ അമ്മുവോ മോളെ? നീ ഓർത്തു നോക്ക്. എന്നെ പോലെ വേറെ ആരെങ്കിലും മുത്തശ്ശൻ കണ്ടിട്ടുണ്ടോ? എന്റെ വീട് പെരുവണ്ണാപുരത്തെ മുത്തശ്ശ. അവനൊക്കെ എത്തേണ്ട സമയമായല്ലോ. കാവേരി, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യ. ലച്ചു, നീ ഒന്ന് വന്നേ. സഞ്ജുവേട്ടന്റെ ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. പരിചയപ്പെടാനല്ലേ വിളിക്കുന്നത്? മോള് ചെല്ല്. നിങ്ങൾക്ക് സംസാരിക്കാനും പറയാനും ഒക്കെ ഇല്ലേ? ചെല്ല്. ഞാനേ ലച്ചുവിന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയട്ടെ. വാ ലച്ചു. അമ്മേ. അച്ഛ, അമ്മൂന് നമ്മൾ ആരും ഓർമ്മയില്ല. എന്റെ മുഖത്ത് പോലും അവൾ നോക്കിയില്ല. ഇന്ന് നടന്ന സഞ്ജുവിന്റെ കല്യാണം അവള് മറന്നു.